ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെ, അതായത് വിദ്യാരംഭ ദിവസം, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് വിദ്യാരംഭ ദിവസം എന്ന് പറയുന്നത്. ഇന്നേ ദിവസം ക്ലാസ്സിലൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ അതിരാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയാണ് പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണൻ്റെയും കുഞ്ചിൻ്റെയും പുസ്തകങ്ങൾ, എൻ്റെ ചിലങ്ക, നട്ടുവാങ്കം, കണ്ണൻ്റെ ശ്രുതി ബോക്സ്, അങ്ങനെയെല്ലാം. എവിടെ പുസ്തകം പൂജയ്ക്ക് വെച്ചാലും വീട്ടിൽ വന്നാൽ എനിക്ക് പ്രാക്ടീസ് പതിവാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തു തരുന്നത് കണ്ണനാണ്. കണ്ണൻ എന്തായാലും കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. കാരണം അവനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, മാഷിന് ദക്ഷിണ വെക്കണം. അപ്പോൾ പോകുന്നതിന് മുന്നേ എന്തായാലും പുസ്തകമൊക്കെ എടുത്തു കഴിഞ്ഞതല്ലേ, അങ്ങനെ അവനെ പിടിച്ചിരുത്തി കുറച്ച് നേരം പാട്ടൊക്കെ പാടിച്ചു കേട്ടോ. അവൻ്റെ പാട്ട് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എല്ലാം എടുത്ത് ഞാൻ പാട്ട് കേട്ട് നോക്കുമ്പോൾ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും ഫാൻ്റെ കാറ്റിൻ്റെ ഒക്കെ ശബ്ദം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അത് അങ്ങനെ ഫുഡും കഴിച്ച് ഞാൻ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ഒരുത്തൻ തിരിച്ചു വരുന്നു. നീ എന്താടാ പോയില്ലേ, എന്താ തിരിച്ചു വന്നതെന്ന് ചോദിച്ചാൽ പറയാം, ഞാൻ പെർഫ്യൂം അടിച്ചിട്ടില്ല, അതുകൊണ്ട് തിരിച്ചു വന്നതാണെന്ന്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. അങ്ങനെ അതാ ഷട്ടേന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട്. കുട്ടികളെത്തും മുമ്പേ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ സമയം വെറുതെ വേസ്റ്റ് ആക്കണല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് വീഡിയോസ് അപ്പം തന്നെ അവിടുന്ന് എടുത്തു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങി. വഴിയെ ദക്ഷിണവെപ്പും പരിപാടികളൊക്കെ തുടങ്ങി. ഇന്ന് വീട്ടിലും പുതിയ കുട്ടികൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 സ്ഥലത്തും കുറച്ചാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഇവിടെയാണ് അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളുള്ളത്. അവർ ചിലങ്കയൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജയ്ക്ക് വെച്ചിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരും ദക്ഷിണയൊക്കെ വെച്ചിട്ടാണ് അന്നേ ദിവസം ക്ലാസ്സിൽ നിന്നത്. അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വീഡിയോ കുറച്ചും കൂടെ ലെങ്തി ആവും. ഞാനിതൊരു ഷോർട്സ് ആയിട്ട് ഇടണം എന്നുള്ള ചിന്തയിൽ എടുത്തതാണ്. ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. ഇവരോട് ഒരുമിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വേഗം വീട്ടിലേക്ക് എത്തി. ഇവിടെ വീട്ടിൽ വന്നപ്പോഴും കുട്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നലത്തെ ദിവസത്തെ പരിപാടി. ഓക്കെ, ബായ്.